Hi friends, myself Abhilash Ayroth. Today we are going to discuss the topic partnership. The Partnership Act 1932 defines partnership as the relation between persons who have agreed to share the profit of a business carried on by all or any one of them acting for all. Okay. So Partnership Act 1932 പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ മിനിമം 2 persons ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 2 ആൾക്കാർ വേണം. സോ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവുന്നു. ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ആ പെർട്ടിക്കുലർ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണു, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടാവുക എല്ലാവർക്കും വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരും ആ പെർട്ടിക്കുലർ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ സീ വാട്ട് ആർ ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഫസ്റ്റ് പോയിൻറ്റ്, 2 or more persons. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 2 പേര് മിനിമം ഉണ്ടായിരിക്കണം. എ മിനിമം ഓഫ് 2 persons ആർ റിക്വയർഡ് ടു ഫോം എ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ മിനിമം 2 പേരുണ്ടായിരിക്കണം. ഒരാളാണെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയില്ല, അതിന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നാണ് പറയുക. ഇപ്പോൾ മിനിമം നമ്പർ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ മാക്സിമം നമ്പർ കൂടി ഉണ്ടാവും. ദ മാക്സിമം നമ്പർ ഈസ് 50. 50 ആൾക്കാർ മാത്രമേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അത് മുന്നേ കമ്പനീസ് ആക്ട് 1956 പ്രകാരം പറയുന്നത് 10 in the case ഓഫ് ബാങ്കിങ് കമ്പനി ആൻഡ് 20 in case ഓഫ് അതർ ബിസിനസ് എന്നാണ്. അത് വീണ്ടും ചേഞ്ചായി കമ്പനീസ് ആക്ട് 2013 മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 100 ആവാം എന്ന് പറഞ്ഞു. 2040 കമ്പനീസ് റൂൾ, മിസ്ലേനിയസ് റൂൾസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് 50 is the maximum number in case of partnership firm. Okay, so minimum 2 ആൾക്കാർ, മാക്സിമം 50 ആൾക്കാർ വരെ ആവാം. Second point, agreement. A partnership is the result of an agreement between 2 or more persons. The agreement may be oral or written. ഇത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 or അതിലധികമോ ആൾക്കാർ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓറൽ ആവാം, റിട്ടൺ ആവാം. ഓറൽ എന്ന് വെച്ചാൽ വാക്കാലുള്ളൊരു എഗ്രിമെൻ്റ് ആവാം, റിട്ടൺ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, അപ്പം എപ്പോഴും റിട്ടൺ ആവുന്നതായിരിക്കും കുറച്ചും കൂടി വാലിഡിറ്റി ഉണ്ടാവുക, ടു അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ്. ഭാവിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും ബെറ്റർ. ഓക്കെ, തേർഡ് പോയിൻറ്റ്, എക്സിസ്റ്റൻസ് ഓഫ് എ ബിസിനസ്. ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ഫോർ ക്യാരിയിങ് ഓൺ സം ബിസിനസ്. നേരത്തെ പറഞ്ഞു ദർ ഷുഡ് ബി എ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവും. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് നടത്താൻ വേണ്ടി ഉള്ളതാവണം. ആൻഡ് ദ ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ഓൾസോ ലോഫുൾ. എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പാർട്ട്ണർഷിപ്പ് ഫേമും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും എന്തായിരിക്കണം, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. അത് ലോഫുൾ കൂടി ആയിരിക്കണം, ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ആവാൻ പാടില്ല. Fourth point, sharing profit. The purpose of partnership business must be to earn profit. The profit should be shared by the partners in an agreed ratio. If there is no specific agreement in this regard, partners share profits equally. അതായത് ഏത് ബിസിനസ്സിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ഏൺ പ്രോഫിറ്റാണ്. ദ പ്രോഫിറ്റ് ഷുഡ് ബി ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. അങ്ങനെ ഉണ്ടാകുന്ന ലാഭം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ കിട്ടുന്ന ലാഭം അവിടെയുള്ള പാർട്ട്നേഴ്സ് ആണ് എഗ്രീഡ് റേഷ്യോയിൽ വീതിക്കുന്നത്. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇൻ കേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദാറ്റ് എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഫിഫ്ത്ത് പോയിൻറ്റ്, mutual agency. The business of partnership can be carried on by all or any of them acting for all. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ എല്ലാവരും കൂടി ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരാൾ ബിസിനസ് ചെയ്യും.
സോ ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും ഈക്വലി ലാബിളാണ്. ഒന്നുകൂടി പറയാം, ഒരു പാർട്ട്ണർ എടുക്കുന്ന തീരുമാനം, ബിസിനസ്സിൽ എടുക്കുന്ന തീരുമാനം, അത് ശരിയായാലും തെറ്റായാലും ബാക്കിയുള്ളവർ കൂടി അതിൻ്റെ ബാധ്യത ഉണ്ടായിരിക്കും. ദാറ്റ്സ് കോൾഡ് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻ. ഓക്കെ. 6th point, liability. Liability of each partner is unlimited. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ നമുക്കിങ്ങനെ പഠിക്കാം, ലാബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ആണ്. പക്ഷേ എങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ പഠിക്കും പാർട്ട്നേഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, അതിനനുസരിച്ച് എഗ്രിമെൻറ്റ് പ്രകാരം ചേഞ്ച് ചെയ്യും. ഓക്കെ, ബട്ട് എഗ്രിമെൻറ്റിൽ പറയുന്നില്ലെങ്കിൽ അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് അവർക്കുണ്ടാകുന്നത്, പാർട്ട്നേഴ്സിനുണ്ടാകുന്നത്. ക്രെഡിറ്റേഴ്സ് ക്യാൻ റിക്കവർ എമൗണ്ട് due to them not only from the firm's property but also from the personal property of the partners. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടായി, ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ, പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ക്രെഡിറ്റേഴ്സിന് ആ ഫേമിൻ്റെ പ്രോപ്പർട്ടി മാത്രമല്ല ഓരോ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിക്ക് വരെ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ടാൾക്കാർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടു. അവർ പാർട്ട്ണർഷിപ്പ് ഫേം ഒരു ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ടായി. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് എൻ്റെയും ബിയുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി വരെ സ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും. ഓക്കെ. ലാസ്റ്റ് പോയിൻറ്റ്, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. എ പാർട്ട്ണർ ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ടു ആൻ ഔട്ട്സൈഡർ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ അതർ പാർട്ട്നേഴ്സ്. ഓക്കെ, പാർട്ട്ണർഷിപ്പിലുള്ള ഏറ്റവും വലിയൊരു ക്ലോസാണിത്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉള്ള റൈറ്റ് ഒരു പാർട്ട്ണർക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, കൺസെൻറ്റ് എന്ന് വെച്ചാൽ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.